സാഹചര്യങ്ങൾ വരുത്തുന്ന മാറ്റങ്ങളെ പറ്റിയാണ് ഇനി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന്റെ താരമായിരുന്ന ഒരാളിലുണ്ടായ മാറ്റം പരിശോധിക്കാം. മറ്റാരുമല്ല, പൊന്നാനിയുടെ സ്വന്തം രണ്ടത്താണി. ആ തിരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിന്റെ തലസ്ഥാനം പൊന്നാനിയിലായിരുന്നു. കണ്ണുകൾ രണ്ടത്താണിയിലും. രണ്ടത്താണി എവിടെയൊക്കെ പോയോ അവിടെയൊക്കെ മാധ്യമങ്ങൾ പിന്നാലെ പോയി. എന്നും ഒരുപാട് എതിർപ്പുകളല്ലാതെ പുറത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ശത്രുക്കളായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത്. ഞങ്ങള് കുറെ തമാശ കളിക്കുക, പക്ഷെ ഉള്ളില് ഹൃദയങ്ങൾ ഒന്നാണ്. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. ഞാനും ഇസ്മായിൽ സാഹിബും ഞങ്ങളിങ്ങനെ കെട്ടിപ്പിടിച്ച് ഞങ്ങൾ കണ്ടില്ലേ. ഞങ്ങൾ ആദ്യം എത്ര ഉള്ളൂ, ഞങ്ങൾ വിചാരിക്കാത്താണ് ഇതിൽ വരില്ലേ. മാസങ്ങൾക്കിപ്പുറം മാറിക്കഴിഞ്ഞ രണ്ടത്താണിയെ ആരും ഓർക്കുന്നു പോലുമില്ല. ഇടതു കൂടിവച്ച കാറിൽ പാഞ്ഞ രണ്ടത്താണി ഇപ്പോൾ ഒരുപാട് മാറിയിരിക്കുന്നു. കുട്ടികളെയും പഠിപ്പിച്ച് സന്തോഷമായി കഴിയുകയാണ് അദ്ദേഹം. പഴയ വിവാദങ്ങൾക്കൊന്നും ഇനി അദ്ദേഹത്തെ മാറ്റാൻ കഴിയില്ല. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിടയിൽ ഉണ്ടായ അനൈക്യവും അവരുടെ അസ്വരസ്യങ്ങളുമാണ് യഥാർത്ഥത്തിൽ പരാജയം ഉണ്ടാക്കിയത്. അത് ഒന്നുകൂടി ഇപ്പോൾ അത് മുറിവുണങ്ങി വരുന്നുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവിടെ മത്സരിക്കുന്ന വിദ്വാൻ ഈ പിണറായി വിജയന്റെ കാൻഡിഡേറ്റ്. ഈ ഹുസൈൻ രണ്ടത്താണി എന്ന് പറയുന്ന മനുഷ്യനെ ഇതേവരെ ഞാൻ കണ്ടിട്ടില്ല. പൊന്നാനി പാർലമെന്റ് സീറ്റിൽ ഹുസൈൻ രണ്ടത്താണിയെ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. ഹുസൈൻ രണ്ടത്താണിയെ നമ്മൾ അംഗീകരിക്കുമോ? ഹുസൈൻ രണ്ടത്താണി ആരെയാ കൊണ്ടുവന്നത് ഞങ്ങളറിയില്ല. അധ്യാപകർക്ക് മാത്രമല്ല, വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥി നേതാക്കൾക്കും മാറ്റമുണ്ടാകും. SFIക്കാർ അനാവശ്യ സമരക്കാരല്ല ഇപ്പോൾ. ക്രിയാത്മകമായി പ്രസ്താവനകൾ ഇറക്കുന്നവരാണ്. SFI നേതാക്കൾ മറ്റ് പാർട്ടി നേതാക്കളെ ഉപമകളും ഉൽപ്രേക്ഷകളും കൊണ്ടാണ് നേരിടുന്നത്. ആദ്യമായി ആരോപണം ഉന്നയിച്ച രാഷ്ട്രീയക്കാരൻ കെ സുധാകരനാണ്. അദ്ദേഹം ഇപ്പോൾ MP ആണ്. അദ്ദേഹത്തിന് ചേർന്ന MP എന്ന പദത്തിനർത്ഥം മെമ്പർ ഓഫ് പാർലമെന്റ് എന്നല്ല, മാനിപ്പുലേറ്റഡ് പ്രിൻസ് എന്നാണ്. ഉപജാപങ്ങളുടെ രാജകുമാരൻ. കെ സുധാകരന് യോജിച്ച പേര് ഷേക്സ്പിയർ നാടകത്തിലെ ഷേക്സ്പിയർ എന്ന് പറയുന്ന വിശ്വവിഖ്യാതനായ ഡ്രാമാറ്റിസ്റ്റിന്റെ വളരെ പ്രസിദ്ധമായ ഹാംലെറ്റ് എന്ന് പറയുന്ന നാടകമുണ്ട്. ആ ഹാംലെറ്റ് എന്ന് പറയുന്ന നാടകത്തിൽ വില്ലൻ കഥാപാത്രമുണ്ട്, ക്ലോഡിയസ്. ആ ക്ലോഡിയസിനെ അനുസ്മരിപ്പിക്കുന്ന കഥാപാത്രമാണ് സുധാകരൻ. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ലിജു ആണ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റല്ല, മറിച്ച് ചാനൽ കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്. കേവലം ചാനലുകളിൽ മാത്രമേ ലിജുവിന് ആളുകൾ കാണുന്നുള്ളൂ. ലിജുവിന്റെ വെപ്രാളം കാണുമ്പോൾ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത് അമ്പലപ്പറമ്പിലെ പോക്കറ്റടിക്കാരനെയാണ്. അമ്പലപ്പറമ്പിലെ പോക്കറ്റടിക്കാരൻ പോക്കറ്റടിച്ച് രക്ഷപ്പെട്ടുവും വിളിച്ചു പറയാ കള്ളൻ കള്ളനെന്നാ. ഇവിടെ മാഫിയകളുമായും ഗുണ്ടകളുമായി ബന്ധമുള്ള രാഷ്ട്രീയക്കാരൻ ഈ പറയുന്ന ലിജുവാ. കെ സുരേന്ദ്രനെ കുറിച്ച് ഞങ്ങൾ പറയുന്നത് അദ്ദേഹം മീഡിയ മാനിയക്കാണ്. ചില ആളുകൾക്ക് രാവിലെ എഴുന്നേറ്റാൽ ചില ലഹരി പദാർത്ഥങ്ങൾ കിട്ടിയില്ലേ കൈവറക്കും. അതുപോലെ കെ സുരേന്ദ്രന് രാവിലെ എഴുന്നേറ്റാൽ TV ചാനലിനകത്ത് അഭിപ്രായം പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് വല്ലാത്തൊരു വെപ്രാളം ഉണ്ടാകും. ഓരോ ആളുകൾക്ക് ഓരോ ഹോബിയാ. ചില ആളുകൾക്ക് സ്റ്റാമ്പ് ശേഖരണം, ചില ആളുകൾക്ക് സംഗീതം കേൾക്കൽ, ചില ആളുകൾക്ക് യാത്ര പോകൽ. അതുപോലെ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഈ മീഡിയ മാനിയാക്കിന്റെ ഏറ്റവും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഹോബി കേരളത്തിലെ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ യുവജന വിദ്യാർത്ഥി നേതാക്കന്മാർക്കെതിരെയും വിദ്യാർത്ഥി സംഘടനക്കെതിരെയും ആരോപണം ഉന്നയിക്കുക എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ ജയിക്കുമെന്നേ ഏത് നേതാവും പറയൂ. തോൽക്കുമെന്ന് തുറന്നു പറഞ്ഞ ഒരു നേതാവേ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമുക്കുണ്ടായുള്ളൂ. പക്ഷെ അദ്ദേഹം വരെ ഇത്തവണ മാറിപ്പോയി. CPI കൂടാതെ അവർ ജയിക്കുന്ന ഒരു സീറ്റും ഈ കേരളത്തിലുണ്ടാവില്ല.
ഞങ്ങൾ ജയിക്കലും ഒരു സീറ്റും, ഞങ്ങളുടെ 3 സീറ്റ് പോകും, അവരുടെ എല്ലാ സീറ്റും പോകും. ആലപ്പുഴയിൽ തുടർച്ചയായിട്ട് CPI പരാജയം ഉണ്ടാകുന്ന മണ്ഡലമാണ്. ചുമ്മാരും ഞങ്ങൾ സാധാരണ ജയിക്കുന്നതാണ്, ഇത്തവണ കണക്ഷൻ ജയിക്കും. പിന്നാളി വിളക്കുകയല്ലേ, ഞങ്ങളുടെ കൽപ്പന അനുസരിച്ച് എല്ലാവരും പെരുമാറിക്കണമെന്ന് പറഞ്ഞാൽ എവിടുത്തെ മുന്നണിയുള്ളൂ? പിന്നെ എവിടെ മുന്നണി ഉണ്ടാകുന്നു? ഒന്നരം തവണയല്ലേ തോറ്റിട്ടുള്ളൂ. പിന്നെ എന്നാ ഇപ്പൊ ജയിക്കണം. ഇങ്ങനെയൊക്കെയാണെങ്കിലും കാലം എത്രയായെങ്കിലും ഒരു മാറ്റവും വരാത്ത ആളുകളുമുണ്ട്. വാക്കിലും പ്രയോഗങ്ങളിലും അവർ അത് വ്യക്തമാക്കുകയും ചെയ്യും. കാണുന്നവരൊക്കെ പറയും ഒരു മാറ്റവുമില്ലെന്ന്. കള്ള ഹിമാറുകളെ ഇന്നിപ്പം ഡൽഹി അവിടെ പോയി ഇന്ദിരാഗാന്ധി എന്നൊക്കെ പറഞ്ഞ് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് അവിടുന്ന് രഘുപതിയൊക്കെ പാടും. കള്ളമ്മ എന്നാ അതിനൊക്കെ അർത്ഥമുള്ളത്? അതുപോലെ കള്ളന്മാർ വയലാർ അവിടെ ചെന്നിട്ട് ഇങ്ങനെ രക്തസാക്ഷി മണ്ഡപത്തിൽ പോവറിയുന്നു. പെരുങ്കള്ളന്മാരുണ്ട്. സുധാകരനല്ല, വേറെ ആൾക്കാരെ പേര് പറയുന്നില്ല. ഇവിടെ വളരെയധികം സ്ഥാനാർത്ഥിയാവാൻ ആഗ്രഹിച്ച ചില യൂസ്ലെസ് ഫെലോസ്, ആളെ പേര് പറയുന്നില്ല. യൂസ്ലെസ് ഫെലോ, സംസ്കൃതത്തിൽ പറഞ്ഞാൽ നനച്ചിട്ട കോണകം, യൂസ്ലെസ് ഫെലോസ്. അതൊക്കെ നോക്കുമ്പോൾ സുധാകരനൊരു യോദ്ധാവാണ്. ഞാൻ വലിയ ആളാണ്, സുന്ദരനാണ്, രാഷ്ട്രീയ സാഗരാണ് എന്നൊക്കെ പറഞ്ഞ് വോട്ട് ചെയ്യാത്തതിന് വല്ല അർത്ഥമുണ്ട്? അങ്ങനത്തെ ആളുണ്ട് ഇവിടെ. അങ്ങനത്തെ ആൾ ഇവിടെയുണ്ട്, കോഴിക്കോടുണ്ട്, ഒക്കെയുണ്ട്. ഞാൻ വോട്ട് ചെയ്യും, എപ്പോഴും വോട്ട് ചെയ്യും. ഇങ്ങനെ ഇന്ത്യയിലെ ആൾക്കാർ വോട്ട് ചെയ്യാൻ മേനി അടിച്ചിട്ട് വോട്ട് ചെയ്യാണ്ട് ദൂരത്ത് പോയി ഇരുന്നിട്ട് കണ്ണൂരിലെ ഇലക്ഷൻ ഇതിനെക്കുറിച്ചിട്ടൊക്കെ അഭിപ്രായം പറയാം. അങ്ങനത്തെ കണ്ണൂർക്കാരുണ്ട്, അന്വേഷിച്ചാൽ മനസ്സിലാവും. വ്യക്തികളിലെയും പ്രസ്ഥാനങ്ങളിലെയും മാറ്റങ്ങളെ നാം കണ്ടുള്ളൂ. സമൂഹത്തിന് മൊത്തത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ജാതിയുടെയും മതത്തിന്റെയും കാര്യം വരുമ്പോഴെങ്കിലും മാറ്റത്തിന് സ്കോപ്പില്ലെന്നാണ് മുതിർന്നവർ പറയുന്നത്. ജാതി ഈ രാജ്യത്തുണ്ട്, ഇന്ത്യയിലാകെ ഉണ്ട്. നമ്മൾ ഇല്ലെന്നൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഭരണഘടനയിൽ പോലും ന്യൂനപക്ഷമെന്നും ഭൂരിപക്ഷമെന്നും വ്യവസ്ഥിച്ചിട്ടുണ്ട്. ജാതി ഉണ്ട്. ജാതി വ്യവസ്ഥയിൽ നിന്നും നമ്മൾ വളരെ അകന്നു പോയിട്ടില്ല. ന്യൂനപക്ഷ പ്രിയമനം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷം എല്ലാ വലുവും ഉണ്ടായിരുന്നു ഈ 3 ഒന്നുമില്ലല്ലോ. ഏറ്റവും വലിയ വിപ്ലവകാരിയും നേതാവും പിള്ളേരെ കല്യാണം കഴിക്കുമ്പോൾ അവരാരുടെയും കൂടെ ഒളിച്ചുകൂടി പോയില്ലെങ്കിൽ അതേ ജാതിയിൽപ്പെട്ട ആളുടെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ആലോചിക്കൂ. നമ്മളിതൊക്കെ എത്ര കണ്ടതാ. ആദർശ ധീരന്മാരും ആദർശവാന്മാരും. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ലത്തിനാണ് ഭൂരിപക്ഷം. ഹിന്ദുക്കൾക്ക് അതിനേക്കാൾ ഭൂരിപക്ഷം ഇല്ലേ? അപ്പൊ ആ ഹിന്ദുക്കളുടെ കൺസോൾട്ടേഷൻ അവിടെ ഉണ്ടാകില്ലേ? ജാതി ഇല്ലാതാക്കാൻ നമ്മൾ രണ്ടുപേരും കൂടെ ശ്രമിച്ചാലും ജാതി ഉണ്ട് ഇവിടെ. ഇതെന്ന് പറഞ്ഞ മന്ത്രിമാരെ എടുക്കുമ്പോ ജാതി ആരാ ജാതി ഇല്ലാതെ മന്ത്രിമാരെ എടുക്കുന്നത്? സഭയ്ക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ, ഭൂരിപക്ഷം സഭാവിശ്വാസികളുള്ള മണ്ഡലങ്ങളിൽ ആ ഭൂരിപക്ഷത്തിൻ്റെ വികാരങ്ങളും അവരുടെ വിചാരങ്ങളും മാനിച്ചുകൊണ്ടായിരിക്കണം രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ നിർണയിക്കേണ്ടത്. CPI മന്ത്രിമാരെ എടുത്തപ്പോ ഈ കണ്ണില്ലാത്ത ഉമ്മ ചുടുന്ന അപ്പോ ഒക്കെ ചെറുതായി പോയി, ഒരെണ്ണം പോലും വലുതാകാതെ ഒരേ ജാതിയിൽപ്പെട്ട 4 പേരെ എങ്ങനെ എടുത്തേ? അല്ല, കണ്ണില്ലാത്ത ഉമ്മ ചുടുമ്പോ ഒരെണ്ണമെങ്കിലും ചെറുതാകട്ടെ. സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ സന്തുലിതമായ പ്രാധാന്യം എല്ലാ സമുദായത്തിനും കൊടുക്കാനുള്ള ചുമതല ഇവർക്കുണ്ട്. മന്ത്രിമാരെ എടുക്കുമ്പോൾ പോലും ജാതി ഉണ്ട്. അവനവന് ഇഷ്ടമുള്ള ജാതി കിട്ടും. ജാതി ഇല്ലാതെ വേറെ പാർട്ടിയിൽ നിന്ന് ആ ജാതിക്കാർ വരുന്നുവെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ മുന്നണിയിലും ഇപ്പൊ ഞാൻ എന്റെ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് വരുന്നത്. പക്ഷെ അവിടെ എണ്ണുമ്പോൾ നായരായിട്ടാണ് എന്നെ എണ്ണുന്നത്. അതുകൊണ്ട് സുധീറിനെ മാറ്റിയപ്പോൾ അടുത്തൊരു ഈഴവനെ വേണമെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. നായർ വെച്ചു. നായർ എന്താ ചെയ്ത്? കട്ടിലിൽ നിന്നെടുത്ത് മെത്തരല്ലേ കിടത്തിയത്? MP ആയിട്ട് പറഞ്ഞയച്ചു. അത് ഡൽഹി നായരല്ലല്ലോ, ഇവിടുത്തെ നായർ തന്നെയല്ലേ. പിന്നെ ജാതി ഇല്ലാത്ത ഒറ്റ പാർട്ടിയുണ്ട് CPI. CPIയിലാണെങ്കിൽ എല്ലാം ഒരു ജാതിക്കാം, ഒരു കുഴപ്പമില്ല. ഇനിയൊരു സൂപ്പർ ഡയലോഗ്. നമ്മുടെ പ്രിയങ്കരനായ, പലർക്കും പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിട്ട് നടത്തിയിട്ട് പോയൊക്കെ നമ്മളൊക്കെ കണ്ടു. അദ്ദേഹത്തിന് ഡൽഹിയിൽ ഇരുന്നപ്പോ തോന്നി കൈക്കൊരു ചെറിയ തരിപ്പ്. അപ്പൊ അദ്ദേഹത്തിന് തോന്നി ആർക്കെങ്കിലും കുറച്ച് പെൺകുട്ടികൾക്കൊന്ന് കൈ കൊടുക്കണമെന്ന് തോന്നി. കുറെ കാറും എടുത്തിട്ട് ഫ്ലൈറ്റിലേക്ക് കയറ്റിയിട്ട് ആ കാറൊക്കെ കൂടെ കൊണ്ട് തിരുവനന്തപുരത്ത് ഇറക്കിയിട്ട് ആ കാറിൽ കയറിയിട്ട് ഓരോ കോളേജുകളുടെ മുമ്പിലും പോയിട്ട് പെൺകുട്ടികൾ കളിച്ചും തമാശ പറഞ്ഞു ഇരിക്കുന്നിടത്ത് പോയിട്ട് പെൺകുട്ടികളുടെ മുന്നിൽ ചെന്നിട്ട് ഇങ്ങനെ നിൽക്കുക. പെൺകുട്ടികളൊക്കെ കൂടെ
പോക്കറാക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുക രാഹുൽ ഗാന്ധിയെ നോക്കിയിട്ട് ഇങ്ങനെ പെൺകുട്ടികളൊക്കെ രോമാഞ്ച കഞ്ചുകമണിയുക, എന്നിട്ട് എല്ലാവരുടെയും കയ്യിൽ രാഹുൽ ഗാന്ധി ഒന്ന് പിടിക്കുക. അങ്ങനെ രാഹുൽ ഗാന്ധി ഒന്ന് കൈ കൊടുക്കാൻ വേണ്ടി മാത്രം 1.5 കോടി രൂപ ചെലവാക്കിയത് നമ്മൾ കണ്ടു. നല്ല നിലയ്ക്കുള്ള ഒരു മാറ്റത്തിനാണ് ഇത്തവണ ശ്രമിച്ചത്. നടന്നിട്ടില്ലെങ്കിൽ ക്ഷമിക്കുക. എങ്ങനെയുള്ള മാറ്റമാണ് വേണ്ടതെന്ന് എഴുതി അറിയിക്കുക. തിരുവാതിരപ്പായുടെ മുൻ ലക്കങ്ങൾ manoromanews.com തിരയുക. വീണ്ടും കാണാം. നമസ്കാരം.